തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ഉച്ചയ്ക്ക് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും. അതിനുശേഷം പിന്നീട് ചങ്ങനാശ്ശേരിയിലെ NSS ഹിന്ദു കോളേജിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്ന് കാർ മാർഗം തിരുവല്ലയിലേക്ക് എത്തുന്നു. തിരുവല്ലയിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉള്ളത്. തലസ്ഥാനത്ത് റോഡ് ഷോയാണ് നടക്കുക. അതിനാൽ പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന NDA കൺവെൻഷനിലാകും. അവിടെ നിന്ന് അരുൺ കൊടുങ്ങൂരും ഗോകുൽ രമേശും ചേരുകയാണ്. അരുൺ, ഗോകുൽ, എന്തായാലും വലിയ ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നെത്തുന്നു. നമുക്കറിയാം, അടുത്ത കാലത്ത് അദ്ദേഹം പലകുറി കേരളത്തിലെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് എത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് NDA കൺവെൻഷനിൽ അടുത്തിടെ പങ്കെടുത്തു. പാലക്കാട്, തൃശ്ശൂരിലെത്തി. ഇപ്പോഴിതാ പത്തനംതിട്ട അടങ്ങുന്ന ബെൽറ്റിലേക്ക് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും എത്രത്തോളം വലിയ ആവേശമാണ് NDA ക്യാമ്പിന് ഇത് നൽകുന്നത്? ഗൗതം, ഈ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നു. ആ സമയത്ത് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് കേരളം മുഴുവനുള്ള BJP പ്രവർത്തകർക്ക് അവരുടെ ആത്മവിശ്വാസവും അവർക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനവുമായിട്ട് ആ സന്ദർശനം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂർ മേഖലയിൽ പ്രത്യേകിച്ച് BJP വലിയ വിജയപ്രതീക്ഷ വയ്ക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവല്ല. ആ തിരുവല്ലയിലേക്ക് തന്നെയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആ ഒരു പൊതുസമ്മേളനത്തിൽ 1,00,000-ഓളം പ്രവർത്തകർ അണിനിരക്കുമെന്നുള്ളതാണ് BJP പ്രവർത്തകർ നൽകുന്ന സൂചന. തിരുവല്ലയിൽ നിന്ന് മാത്രമല്ല, 11ഓളം നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കളും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയാണ് 50,000-ഓളം ആളുകൾ ആ പൊതുസമ്മേളനത്തിൽ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് കാതോർക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. തിരുവല്ല, അടൂർ, അതോടൊപ്പം തന്നെ കോന്നി, റാന്നി, ആറന്മുള അടക്കമുള്ള പത്തനംതിട്ടയിലെ മണ്ഡലങ്ങൾ, ഒപ്പം കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള മണ്ഡലം, ഒപ്പം ആലപ്പുഴയിലെ മാവേലിക്കര, ഹരിപ്പാട്, കായംകുളം, ചെങ്ങന്നൂർ എന്നിങ്ങനെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് എത്താനായിട്ട് പോകുന്നത്. എന്തായാലും 1 മണിയോടുകൂടി തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ ഈ പൊതുസമ്മേളനത്തിന് ആരംഭമാകും. 3 മണിയോടുകൂടി പ്രധാനമന്ത്രി ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൻ്റെ മൈതാനത്ത് ഹെലികോപ്റ്റർ ഇറങ്ങും. അവിടെ നിന്നും MC റോഡ് വഴി തിരുവല്ലയിലേക്ക് എത്തിച്ചേരും. 10 മിനിറ്റുകൾ കൊണ്ട് തിരുവല്ലയിൽ എത്തിച്ചേരും. അതിനുശേഷം 3:10 പ്രധാനമന്ത്രി ആ പൊതുവേദിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള സമയക്രമം. എന്തായാലും ഈ ഒരു പ്രധാനമന്ത്രിയുടെ വരവിനെ വലിയ ആഘോഷമാക്കി ആത്മവിശ്വാസത്തിനുള്ള ഉപാധിയാക്കി മാറ്റിക്കൊണ്ട് തന്നെ BJP പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അനൂപ് ആന്റണിയുടെ അടക്കം പ്രചാരണത്തിന് ഇത് വലിയ മുതൽക്കൂട്ടാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനോടൊപ്പം അരുൺ കൊടുങ്ങൂർ കൂടി ചേരുകയാണ്. അരുൺ, ഇപ്പോൾ ഓൾറെഡി തന്നെ തിരുവല്ല എന്ന് പറയുന്നത് വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ്. ഇതിനോടകം തന്നെ വലിയ മുന്നേറ്റം ആയിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി കൂടെ വന്നു ചേരുമ്പോൾ ഒന്നുകൂടെ അത് ഊർജിതമാകും. തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പം ഗോകുല് നേരത്തെ വിശദമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ പ്രധാനമന്ത്രി എത്തുമ്പോൾ നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഗ്രാഫ് എത്രത്തോളം ഉയരുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ തൃശ്ശൂരെ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പൊതുസമ്മേളനത്തിൽ റാലിയിൽ കണ്ടതാണ്. പാലക്കാട് സമ്മേളനത്തിൽ കണ്ടതാണ്. ആ ഒരു രീതിയിലേക്ക് ഒരു വലിയ മുന്നേറ്റം ഈ മേഖലകളിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഈ ഒരു നരേന്ദ്രമോദിയുടെ സന്ദർശനം കൊണ്ട് ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. രാവിലെ സംസാരിച്ച BJP നേതാക്കളൊക്കെ തന്നെ ആ ഒരു വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തിരുവല്ലയെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ആ ഒരു സമ്മേളനം 50,000-ലധികം 1,00,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തോടെ തന്നെയാണ് ഈ നാടൊന്നാകെ പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും തിരുവല്ല മറിക്കും എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ വികസനത്തിൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെ. ഇപ്പം ഗോകുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ വികസന പ്രശ്നങ്ങൾ, അനന്തമായ സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ വികസന പ്രശ്നങ്ങൾ അതൊരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നതാണ്. പക്ഷേ എങ്ങനെയൊക്കെയാണ് ഓരോ പ്രശ്നത്തെയും സമീപിക്കുക, എങ്ങനെയൊക്കെയാണ് ഓരോ പ്രശ്നത്തിനും പരിഹാരം കാണുക, അതൊക്കെ കൃത്യമായി തന്നെ അനൂപ് ആന്റണി മുന്നോട്ട് വെക്കുന്നു. ആ രീതിയിലുള്ളൊരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയല്ലേ തിരുവല്ലയിൽ നടത്തിയിരുന്നത്? തീർച്ചയായിട്ടും. തിരുവല്ല എന്ന് പറയുന്നത് മാത്യു ടി തോമസ് അടുപ്പിച്ച് കുറച്ച് ടൈമുകളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടൊരു മടുപ്പുണ്ട്. അതുമാത്രമല്ല, ഈ നഗരം ഒരു വീർപ്പ് മുട്ടുന്ന നഗരമാണ്. കൃത്യമായിട്ട് വികസനമില്ല, എന്നാൽ അതിനുള്ള ഉപാധികളും സാധ്യതകളും ഒക്കെ നിരവധിയായിട്ടുള്ള നഗരമാണ് തിരുവല്ല. പക്ഷേ അങ്ങനെയുള്ളൊന്നും വികസിക്കുന്നില്ല. എന്തായാലും അനൂപ് ആന്റണി ഇവിടെ വന്നതിന് ശേഷം കൃത്യമായിട്ട് വികസന കാഴ്ചപ്പാട് ഇവിടുത്തെ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കാൻ തനിക്കൊരു ഡബിൾ എഞ്ചിൻ MLA എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു വാചകമായിട്ട് അവർ എടുത്തിരിക്കുന്നത്. ആ രീതിയിൽ അവർ
അവരതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനൂപ് ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ആരംഭിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് സ്വാധീനം ചെലുത്താൻ അനൂപ് ആന്റണിക്ക് സാധിക്കും. എന്തായാലും പ്രധാനമന്ത്രിയെ കൂടി തിരുവല്ലക്കാരുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ആ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇവിടുത്തെ വികസന സങ്കല്പങ്ങൾക്ക് ആ സാക്ഷാത്കാരത്തിനുള്ള വാക്ക് മോദി ഗ്യാരണ്ടി നൽകുമ്പോൾ അത് എന്തായാലും ഒരു വിജയം സുനിശ്ചിതമായിട്ടുള്ളൊരു മുഹൂർത്തത്തിലേക്ക് തന്നെ മാറുകയാണ്. അത് മാത്രമല്ല, ശബരിമലയാണ് പ്രധാനമായിട്ടും. ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് അല്ലെങ്കിൽ ജില്ലയാണ് പത്തനംതിട്ട. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പാലക്കാടും തൃശ്ശൂരൊക്കെ വന്നപ്പോൾ ഈ ശബരിമല വിഷയം കൃത്യമായിട്ട് ചർച്ചയാക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പ്രധാനമായിട്ടും ശബരിമല ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ശരിക്കും തിരുവല്ലയ്ക്ക് ഉപരിയായിട്ടുള്ള മറ്റ് 3 കോട്ടയമുണ്ട്, പത്തനംതിട്ടയുണ്ട്, അതോടൊപ്പം തന്നെ ആലപ്പുഴയുണ്ട്. ഈ 3 ജില്ലയിലെ മണ്ഡലങ്ങൾ കൂടി, ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി കൂടി, പ്രവർത്തകർ കൂടി എത്തുന്നു. അവർക്കൊക്കെ തന്നെ ഒരു വലിയ ഊർജ്ജം നൽകുന്ന ഒരു സമ്മേളനം കൂടിയാകാൻ ഇത് സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും ഈ മധ്യ കേരളത്തിലെ ഈ ഒരു ബെൽറ്റാണ്. എനിക്ക് തോന്നുന്നു ആറന്മുളയായാലും തിരുവല്ലയായാലും ചെങ്ങന്നൂരായാലും ഒക്കെ തന്നെ, ഇപ്പോൾ കായംകുളം, മാവേലിക്കര, ആലപ്പുഴയൊക്കെ പോലും BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലയുള്ള ഒരു മണ്ഡലങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന തിരുവല്ലയാണെങ്കിൽ പോലും അതിന് ചുറ്റുമുള്ള മണ്ഡലങ്ങളിലും മറ്റ് ജില്ലകളിലും, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലകളിലും ഒക്കെ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകും, പ്രതിഫലനം ഉണ്ടാകും തെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നത് ഇവിടുത്തെ പ്രവർത്തകർക്കൊരു ഊർജ്ജമായിട്ട് മാറും. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണെങ്കിൽ പോലും പ്രധാനമന്ത്രിയെ അങ്ങനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ കേൾക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയിട്ടാണ്. അതെന്തായാലും വലിയൊരു തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഇനി തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസംഗമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളത് പാലക്കാട് കണ്ടതാണ്. ഓരോ വിഷയത്തെയും, കേരളം നേരിടുന്ന ഓരോ പ്രശ്നത്തെയും ആ പ്രതിസന്ധികളെയും എങ്ങനെയൊക്കെ തരണം ചെയ്യാമെന്നുള്ള കൃത്യമായ പ്ലാൻ അത് ശരിക്കും തിരുവല്ലയിലേക്കും മധ്യ കേരളത്തിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയ കേരളം ആ ഒരു വാക്കുകൾക്ക് തന്നെ കാതോർക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്തായാലും ആ പ്രധാനമന്ത്രിയുടെ വാക്യം അല്ലെങ്കിൽ വാക്കുകൾ എങ്ങനെയായിരിക്കും, അതിൽ ശബരിമല വിഷയം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം BJP ആണെങ്കിൽ പോലും ആ ഒരു വിഷയത്തെ, അത് ഈ കേരളീയ ജനതയുടെ വൈകാരികമായിട്ടുള്ള വിഷയമാണ് ശബരിമല എന്ന് പറയുന്നത്. ശബരിമലയെ തൊട്ട് കളിച്ചപ്പോഴൊക്കെ തന്നെ അതിൽ തൊട്ട് കളിച്ചവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫലം ലഭിച്ചിട്ടുള്ളതാണ്. അത് അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള ഫലം അത് ഇടതുമുന്നണിക്കായാലും വലതുമുന്നണിക്കായാലും ലഭിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോഴും സജീവമായിട്ട് ചർച്ചയിൽ നിലനിൽക്കുന്നൊരു വിഷയം ഇതുതന്നെയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടെയുള്ള സിറ്റിംഗ് MLA-മാരുടെ ഭരണപരാജയങ്ങൾ, ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ, അതൊക്കെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇനിയിപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അതൊരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു വലിയ ഊർജ്ജമായിട്ട് പ്രവർത്തകർക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ തന്നെയാണ്. സുരക്ഷ അടക്കമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. SPGയുടെ അടക്കം പലതവണ സുരക്ഷാ പരിശോധനകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. MC റോഡ് മുഴുവൻ സുരക്ഷയാണ്. പോലീസിൻ്റെ ബാരിക്കേഡൊക്കെ വെച്ച് ഇങ്ങനെ മറച്ചിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിന് ശേഷം റോഡ് ഗതാഗത നിയന്ത്രണം അടക്കം കൃത്യമായിട്ട് വരികയും ചെയ്യുന്നുണ്ടാവും. എന്തായാലും 1 മണിയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കും. 3 മണിക്ക് 3:10 പ്രധാനമന്ത്രി പൊതുസമ്മേളന വേദിയിൽ എത്തും. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനുള്ള അവസരമുള്ളത്. എന്തായാലും 50,000-ഓളം ആളുകൾ ഈ ഒരു പരിപാടിയിൽ അണിനിരക്കുമെന്നുള്ളതാണ് BJP പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗോകുൽ, അരുൺ കൊടുങ്ങൂർ, എന്തായാലും വലിയ ആവേശക്കാഴ്ചയാണ് തിരുവല്ലഭന്റെ മണ്ണിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചതിരിഞ്ഞാണ് തിരുവല്ലയിലെത്തുക. അവിടെ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലാണ് ജനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. തലസ്ഥാനത്ത് അദ്ദേഹം റോഡ് ഷോയാണ് നടത്തുന്നത്. ഇന്ന് അദ്ദേഹം തലസ്ഥാനത്ത് സംസാരിക്കുന്നില്ല. കാരണം 1 മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെത്തി അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനിയിൽ സംസാരിച്ചിരുന്നു. അതിനാൽ തന്നെ ഇന്ന് റോഡ് ഷോയാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. എന്നാൽ പത്തനംതിട്ടയിലെ തിരുവല്ലയിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന NTA റാലിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. അവിടെ നിന്ന് അരുൺ കൊടുങ്ങൂരും ഗോകുൽ രമേശുമാണ് ചേർന്നത്.